കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും സൗത്ത് ഇന്ത്യ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതുമായ മറുപടി വിജയുടെ വാർത്തയ്ക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ എല്ലാവരോടും ചർച്ച ചെയ്യുന്നത് ഡിവോഴ്സിനെ കുറിച്ചുള്ള വാർത്ത തന്നെയാണ്. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വില്ലനായി നിൽക്കുന്നത് വിജയുടെ മകനാണ് എന്ന് പറഞ്ഞാൽ ആർക്കും അധികം തർക്കിക്കാനാകില്ല. അമ്മയുടെയും അച്ഛൻ്റെയും ഡിവോഴ്സ് വാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ മകൻ അച്ഛനെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും അൺഫോളോ ചെയ്തു. ഇതിലൂടെ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമായി തന്നെ മാറുകയും ചെയ്തു. ആരാധകരെല്ലാവരും ഇപ്പോൾ സഞ്ജയ് എന്തിനാണ് അച്ഛനെ ആ ഒരു സമയത്ത് തന്നെ അൺഫോളോ ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഇത് വിഷയം നേരത്തെ തന്നെ സഞ്ജയ് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എന്തുകൊണ്ടത് നേരത്തെ ചെയ്തില്ല? എല്ലാം ആ സമയത്തിലേക്ക് മാറ്റിവെച്ചു. അതുപോലെ തന്നെ വിജയുടെ സ്വത്തുക്കളുടെ കാര്യങ്ങളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. വിജയുടെ സ്വത്തുക്കൾക്കൊക്കെ അവകാശി മക്കളും ഭാര്യയുമൊക്കെയായി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വിജയുടെ ഇപ്പോഴുള്ള സ്വത്തവകാശമൊക്കെ മാറ്റി അദ്ദേഹം കേസിൽ നിന്ന് ഊരാൻ ശ്രമിക്കും എന്നാണ് പലരും കരുതുന്നത്. ഇതെല്ലാം പ്ലാൻ ചെയ്തു വരുന്നതും എല്ലാം പ്ലാൻ ഇടുന്നതും സംഗീതയ്ക്കൊപ്പം നിൽക്കുന്നതും മകൻ തന്നെയാണെന്നാണ് പറയുന്നത്. സ്വന്തം അമ്മ ചതിക്കപ്പെട്ടു എന്ന വിശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ മകൻ അമ്മയെ പിന്തുണയ്ക്കാനുള്ള യഥാർത്ഥ കാരണമാക്കി മാറ്റുകയും ചെയ്യുന്നത് എന്ന് പറയാം. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണിത്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നത്. വിജയോട് സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ വിജയെ പിന്തുണയ്ക്കുന്നവരും ഭാര്യ സംഗീതയെ പിന്തുണയ്ക്കുന്നവരും ഒരുപാട് പേരുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ആർക്കും തന്നെ സംഗീതയെ പിന്തുണയ്ക്കാതിരിക്കാൻ സാധിക്കില്ല. എന്നാൽ വിജയ് ആരാധകരായി നിൽക്കുന്നവരൊക്കെ തന്നെ വിജയെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ കൂടെ നിൽക്കുന്ന സഞ്ജയോട് സ്നേഹം മാത്രമേ എല്ലാവർക്കും പുലർത്താനുള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു മകൻ ചെയ്യേണ്ടതും. അത് തന്നെയാണ് സഞ്ജയ് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ആര് കൂടെ നിന്നില്ലെങ്കിലും തൻ്റെ മക്കൾ കൂടെ നിൽക്കുന്നു എന്നൊരു ബലം ശരിക്കും പറഞ്ഞാൽ സംഗീതയ്ക്കുണ്ടാകും. എന്തൊക്കെയാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് കൃത്യമായി ആർക്കും അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണയും ചർച്ച ചെയ്യുന്നൊരു വിഷയം, പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. ഓരോ തവണയായി തന്നെ വിജയ് വിഷയവും സംഗീത വിഷയവും പുറത്തു വരുമ്പോൾ സ്വത്തുക്കളുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. 300 കോടി സ്വത്തുണ്ട്, 100 കോടി സ്വത്തുണ്ട്, 400 കോടി സ്വത്തുണ്ട് എന്ന് പറയുമ്പോഴും ഇതെല്ലാം തന്നെ വിജയ് മാറ്റിയിരിക്കുകയാണെന്നും ഒന്നും മക്കൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള വഴിയിലാണ് വിജയ് ഇപ്പോൾ നീങ്ങുന്നതെന്നും പറയുന്നു. വിജയ്ക്കുള്ള സ്വത്തിൻ്റെ പകുതി മുഴുവൻ നൽകേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സ്വത്തുക്കളുടെ കണക്ക് കുറച്ച് കാണിക്കുമെന്നും അതിനുള്ള ബുദ്ധിയെല്ലാം തന്നെ നേരത്തെ പുറപ്പെടുവിച്ചെങ്കിലും സഞ്ജയ് അതിനൊരു ബ്ലോക്കായി മാറ്റിയിരിക്കുകയാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ പക്കൽ യഥാർത്ഥത്തിൽ എത്ര സ്വത്തുണ്ട് എന്നത് കണക്കാണ് ചിലപ്പോൾ സഞ്ജയ് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ടാവുക. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.